ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ ഹാൻഡെക്സ് ഹാൻഡ് വീവ് ഇതിനെ രണ്ടിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ഹാൻഡ്ലൂം മേഖലയിൽ കോപ്പറേറ്റീവിൻ്റെ കീഴിലുള്ളതാണ് ഹാൻഡെക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് ഹാൻഡ് വീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹാൻഡെക്സിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി registered on 1961 July 27. Headquarters Trivandrum. Kerala State Handloom Weavers Cooperative Society Act passed in 1960. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആക്ട് പാസ് ചെയ്തത് 1960 ഫസ്റ്റ് ഹാൻഡ്ലൂം സൊസൈറ്റി ഇൻ ഇന്ത്യ കാഞ്ചീപുരം ഹാൻഡ്ലൂം സൊസൈറ്റി. ഹാൻഡ്ലൂം ഡിസൈൻ സെൻറ്റർ സിറ്റുവേറ്റഡ് അറ്റ് ബാലരാമപുരം. ട്രിവാൻഡ്രത്താണ് ഹാൻഡ്ലൂം ഡിസൈൻ സെൻറ്റർ ഉള്ളത്, ബാലരാമപുരം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി സ്റ്റാർട്ടഡ് അറ്റ് കണ്ണൂർ. കണ്ണൂരാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി ഉള്ളത്. സുസ്മാൻ സ്കീം ഈസ് റിലേറ്റഡ് ടു ഹാൻഡ്ലൂം ഇൻഡസ്ട്രി. കോമൺ ഫെസിലിറ്റി സെൻറ്റർ റിലേറ്റഡ് ടു പ്രൈമറി വീവേഴ്സ് സൊസൈറ്റി. പ്രൈമറി വീവേഴ്സ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ കോമൺ ഫെസിലിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. ഇത് CSEBയുടെ ഇതിൽ മുമ്പ് ചോദിച്ചിട്ടുള്ള എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി റിലേറ്റഡ് ടു ഹാൻഡ്ലൂം. ഇനി ഹാൻഡ് വീവ്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതിനെയാണ് നമ്മൾ ഹാൻഡ് വീവ് എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1968, 1968 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ്ക്വാർട്ടേഴ്സ് കണ്ണൂരാണ്. സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷൻ, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് ഹാൻഡ് വീവ്. അതൊരു സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷനാണ്. ഹാൻഡ് വീവ് ഈസ് ദ പ്രൊഡക്റ്റ് നെയിം ഓഫ് കേരള ഗവൺമെൻറ് ഹാൻഡ്ലൂം ഡിപ്പാർട്ട്മെൻറ്റ്. കേരള ഗവൺമെൻറ് ഹാൻഡ്ലൂം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊഡക്റ്റ് നെയിമാണ് ഹാൻഡ് വീവ് എന്ന് പറയുന്നത്. കോ-ഓപ്റ്റെക്സ് ഈസ് ദ പ്രൊഡക്റ്റ് നെയിം ഓഫ് ഹാൻഡ്ലൂം ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിലെ ഹാൻഡ്ലൂമിൻ്റെ പ്രൊഡക്റ്റ് നെയിമാണ് കോ-ഓപ്റ്റെക്സ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ത്രിഫ്റ്റ് ഫണ്ടാണ്. ത്രിഫ്റ്റ് ഫണ്ടും സെസ് ഫണ്ടും ഈ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ത്രിഫ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് വെൻ വേജസ് ഈസ് പെയ്ഡ് ടു എംപ്ലോയീസ് 6% ഓഫ് വേജസ് ഡിഡക്റ്റഡ് ആൻഡ് പുട്ട് ഇൻ സെപ്പറേറ്റ് അക്കൗണ്ട് ആൻഡ് എൻഡ് ഓഫ് ദ ഇയർ കൺവേർട്ടഡ് ടു ഷെയർ. അതായത് നമ്മൾ വേജസ്, എംപ്ലോയിക്ക് വേജസ് പെയ്ഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് 6% നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് ഇടുന്നു. ഇയർ എൻഡിങ് വരുമ്പോൾ അത് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ത്രിഫ്റ്റ് ഫണ്ട്. ഈ ത്രിഫ്റ്റ് ഫണ്ട് മെയിനായിട്ട് ചോദിക്കുന്നത് ക്യാപിറ്റൽ ഫോർമേഷൻ എന്നുള്ളത് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ത്രിഫ്റ്റ് ഫണ്ട് ക്യാപിറ്റൽ ഫോർമേഷനാണ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഫോർമേഷൻ എന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കെങ്കിൽ അതിൻ്റെ ആൻസർ ത്രിഫ്റ്റ് ഫണ്ടായിരിക്കും. അടുത്തത് സെസ് ഫണ്ടാണ്. ദിസ് ഈസ് ക്രിയേറ്റഡ് ഇൻ ടു ലെവി അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ഓൺ മിൽ മെയ്ഡ് വിത്ത് ഫോർ ഡെവലപ്പിംഗ് ദ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി. അപ്പോൾ സെസ് ഫണ്ട് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് സെസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. ഇത് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ അങ്ങനെ പഠിച്ചാൽ മതി. ത്രിഫ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫോർമേഷനും സെസ് ഫണ്ട് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡെക്സ് ആൻഡ് ഹാൻഡ് വീവിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഹാൻഡെക്സ് കോപ്പറേറ്റീവിൻ്റെ കീഴിലുള്ളതും ഹാൻഡ് വീവ് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിലുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്